ഹേ ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അധിക കാലത്തിന് ശേഷം ഞാനിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പഠിക്കാനിരിക്കലൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവായതുകൊണ്ടാണ് ഈ സ്റ്റഡി വ്ളോഗ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം എൻ്റെ വീഡിയോസിൽ തന്നെ കാണാറില്ലാത്തത്. പക്ഷേ ഇന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുമൊക്കെ തിരിഞ്ഞത്. കാരണം നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും ആശുറപ്പ് ഏകദേശം ഒപ്പാണ് ഇരുന്ന് പഠിക്കലൊക്കെ. ഹേ ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓൾറെഡി ഞാൻ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇൻട്രോ പോലെ ഒരു ക്ലിപ്പ് എടുക്കുകയാണ്. കുറച്ചായി നമ്മളിങ്ങനെ സ്റ്റഡി വ്ളോഗ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പഠിക്കാതിരുന്നിട്ടും അത്യാവശ്യം കുറേ അയക്കണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ച് വർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഓൺ വോയിസിലൊക്കെ ഞാൻ വീഡിയോ ഒക്കെ തോന്നുന്നു ലാസ്റ്റ് നമ്മൾ മാമാനെ വിളിക്കാൻ പോകുന്ന വ്ളോഗിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഇരുന്നിട്ട് ഓൺ വോയിസിലുള്ള വീഡിയോ തന്നെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ വിചാരിച്ചത് കംപ്ലീറ്റ്ലി അങ്ങനെ ആവില്ല. എന്നാലും പിന്നെ ഇടയിൽ ഇങ്ങനെ ഓൺ വോയിസ് ഇങ്ങനെ വോയിസ് ഓവർ ആക്കാണ്ട് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ആക്കുന്നുണ്ട് ഈ വ്ളോഗ്. അതേപോലെയൊക്കെ പറയാനുള്ള വേറൊരു സംഭവം എന്താ വെച്ചെങ്കിൽ 10th പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ വീഡിയോ എന്തായാലും ചിലപ്പോൾ കാണുന്നുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ടിപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടൊരു ലോങ് വീഡിയോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ കൂടെ ഞാനൊരു ലോങ് വീഡിയോ എന്തായാലും ഇടാൻ വേണ്ടി പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും വൈകാണ്ട് അത് വീഡിയോ എന്തായാലും അപ്ലോഡ് ആക്കാൻ വേണ്ടി ട്രൈ ആക്കാം. കുറച്ചായി ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ സംസാരിക്കാൻ കിട്ടണില്ല. സ്റ്റാർട്ടിങ് ട്രബിളാണ്, റെഡി ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ വേണ്ടേ എന്നുള്ളത് കമൻറ്റ് ചെയ്യും. എന്തായാലും ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യെസ് ഗൈസ്, മേ ബി നെക്സ്റ്റ് എൻ്റെ ലോങ് വീഡിയോ അതിനെക്കുറിച്ചിട്ടായിരിക്കും. അതൊക്കെ അവിടെ കട്ടെ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഇന്ന് ഞാനിപ്പോൾ പഠിക്കാൻ വിചാരിക്കുന്ന അക്കൗണ്ടൻസി കുറച്ച് എഴുതാനും കുറച്ച് വർക്കുണ്ട്. പിന്നെ മൺഡേ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റ് പോലെ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പഠിക്കാനുണ്ട്. കംപ്ലീറ്റ്ലി പഠിക്കണില്ല, അതുണ്ട്. പിന്നെ എക്കണോമിക്സും കുറച്ച് പഠിക്കാനുണ്ട്. ബാക്കി ഇന്ന് എടുത്തൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ അക്കൗണ്ടൻസി ഒക്കെ ഞാനൊരു പ്രോബ്ലം വെച്ചിട്ട് അത്യാവശ്യം കുറേ സമയം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കുറച്ച് വേഗം ഒന്ന് പഠിച്ച് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നാളെ മറ്റന്നാൾ സാറ്റർഡേ സൺഡേ ഒക്കെ മൺഡേ ക്ലാസ് ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഒന്നും തലയിൽ കയറൂല. അപ്പോൾ മെല്ലെ ഞാൻ പഠിച്ച് തുടങ്ങണം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാൻ തുടങ്ങാം. വർത്താനം പറഞ്ഞിരുന്നാൽ അതിനെ നടക്കുകയുള്ളൂ. അങ്ങനെ കുറച്ചധികം നേരത്തെ വർത്താനം പറച്ചിലിന് ശേഷം ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ട്. ഇതിപ്പോൾ മെയിനായിട്ട് ഞാൻ പഠിക്കാനിരിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുവന്നത് തന്നെ എന്തുകൊണ്ടാണ് വെച്ചെങ്കിൽ എനിക്ക് യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ കാണിച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യൂണിറ്റ് ടെസ്റ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി ഓരോ ആഴ്ചകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഭയങ്കര റഷ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഓരോന്ന് പഠിക്കുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചെങ്കിൽ അക്കൗണ്ടൻസി ദിവസം ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് പോലെ തരാറുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഫ്രൈഡേ എടുത്ത വ്ളോഗാണ്. ഇപ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ അങ്ങനെ പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ രാവിലെ നീച്ച പാടൻ്റെ ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാണ്ടല്ലോ, വേഗം പഠിക്കാതിരിക്കണം എന്നായിരുന്നു. പക്ഷെ അതിന് മുന്നേ വെച്ച് മേലൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പയറും അതേപോലെ പടവലങ്ങ കാര്യങ്ങളൊക്കെ അയക്കണം. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡി വ്ളോഗ് ആക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഒരു അടിപൊളി സംഭവങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ആഡ് ആക്കാണ്ടിരിക്കുക. അപ്പോൾ മാമി അവിടെ പടവലങ്ങ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഷോർട്സ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ലോങ് വീഡിയോയുടെ മുന്നേ എന്തായാലും ഷോർട്സ് അപ്ലോഡ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ കുക്കുംബറും എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആയിട്ട് ഇരിക്കണം. എൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ശ്രദ്ധ തീർന്നിക്ക് പിന്നെ മടിയാവും ഗൈസ്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാതിരിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം സ്റ്റോറി ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടുകൊണ്ട് അറ്റോമിക് ഹാബിറ്റ്സ് ഇതുവരെ തീർന്നിട്ടില്ല. മടിയും അതേപോലെ തന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് വായിച്ചിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനങ്ങനെ മെല്ലെ കുറച്ച് വായിച്ച് കൊണ്ടിരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ
എൻ്റെ ഫ്രണ്ട് കോളാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ കൂട്ടിയിട്ട് നമ്മളങ്ങനെ എന്താ പറയുക പ്ലാൻ ചെയ്ത് ഓരോന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടാൾ രണ്ട് വൈക്കായി എന്ന് ഉദ്ദേശിച്ചത് അതല്ല, നമ്മൾ ഓരോരുത്തർ പഠിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാളും രണ്ട് രീതിക്ക് പഠിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. കുറച്ചു നേരം ഞാൻ ഹാളിലിരുന്ന് പഠിച്ചിട്ട് വല്ലാണ്ടൊന്നും തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഇക്കാണെങ്കിൽ പഠിക്കാനിരിക്കും ഭയങ്കര സൈലൻ്റ് ആയിട്ട് അങ്ങനെ പഠിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ മനസ്സിലാവുക. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അക്കൗണ്ടൻസി ആണ് കേട്ടോ ചെയ്യണത്. ഞാൻ പറയാൻ മറന്നുപോയി, അക്കൗണ്ടൻസി എക്കണോമിക്സ് ആയിരുന്നു ഒക്കെ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്ളോഗിലേക്ക് തോന്നി ഞാൻ അക്കൗണ്ടൻസി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. എക്കണോമിക്സ് പഠിക്കുന്ന ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നാഷ്മിനൊക്കെ കുറച്ച് നേരം പോയി വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആകെ മൊത്തത്തിൽ എന്താ പറയുക പഠിക്കാനും തോന്നുന്നില്ല. എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് പോയി വരുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ പഠിച്ച് അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞതിനൊക്കെ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ഇരിക്കുന്നത് വലിയ താല്പര്യമില്ല. മൂടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. അങ്ങനെ പ്രോബ്ലംസൊക്കെ ഏകദേശം ചെയ്തിട്ട് പിന്നെ ഈവനിങ് താത്തമ്മ സ്വത്തുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലേക്ക് ഇങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇന്ന് എസ്കേപ്പ് പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി ഞാൻ തന്നെ കണ്ടുപിടിക്കും. പിന്നെ ഒരു വന്നു പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ടല്ലോ. സ്റ്റഡി വ്ളോഗിൻ്റെ ലാസ്റ്റ് ഡേ ആണിത്, സൺഡേ. രാവിലെ നീച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിയും ബീഫ് കറിയും അതേപോലെ തന്നെ കട്ടൻ ചായയൊക്കെ നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. സാറ്റർഡേ എങ്ങനെയായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഒന്നിക്ക് ഫുഡ് കഴിക്കലും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ പഠിക്കാനെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ വെറുതെ ഇങ്ങനെ ടൈം കളയണ പോലെയൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ കടന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക. അങ്ങനെ പിന്നെ ഞാൻ ഇന്നെ തന്നെ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് പഠിക്കാനിരുന്നു. അതും കുറച്ച് പഠിക്കൽ ശേഷം ഞാൻ വീണ്ടും നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ മാമയും ബാബയും അങ്ങോട്ട് പോകുന്നുണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ് മോനൂന് ഷൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകാനുണ്ട് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. കാണുന്നുണ്ടെങ്കിൽ മാറ്റി ഒരുങ്ങൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ലോണം ഇഷ്ടമായിക്കണ്. സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഷൂസ് എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. ഷൂസ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ബാബി മാമ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ചെറുതുരുത്തി പാലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പോക്കായിരുന്നു കേട്ടോ അത്. നമ്മളാരും എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളവിടെ കുറച്ചധികം നേരം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പുഴയുടെ അവിടെ നിന്ന് പോന്നിട്ട് ഉപ്പിലിട്ട ഐറ്റംസും അതേപോലെ തന്നെ ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഒരു സ്റ്റഡി വ്ളോഗാണ് ഡൈവേർട്ടായി ഒരു ഡേ ഔട്ടിൽ വന്ന് നിൽക്കുന്നത്. എന്തായാലും സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള സ്റ്റഡി വ്ളോഗ് തന്നെ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അത് കൂടാണ്ട് നിങ്ങൾക്ക് വല്ല കണ്ടന്റ് സജഷൻസും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അടിപൊളി വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.